ഇപ്പോൾ ഞാൻ 1 കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ്. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ ആ കട്ടിങ് നല്ല നല്ല മോസ്റ്റുള്ള കത്തിനെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത്. ചില ആൾക്കാർ ഇവിടെ നിന്നും കട്ട് ചെയ്യാറുണ്ട്, ഇത് മാത്രം എടുക്കും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് എടുക്കാറ്, ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും. ഇതൊക്കെ ഒഴിവാക്കും. ഞാൻ പിന്നെ അത് അത്ര ടൈം വളരെ കുറവാണ് ഈ സമയം. എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫാറ്റൊക്കെ ഒഴിവാക്കുകയാണ് ഞാൻ. എല്ലാം ഫാറ്റൊന്നും ആവശ്യമില്ല. ഫാറ്റ് വേണ്ടെന്നവർ വെക്കുക, പക്ഷേ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് സ്കിൻലെസ്സോ അല്ലെങ്കിൽ വിത്തൗട്ട് സ്കിന്നോ എടുക്കുക. വിത്ത് സ്കിന്നാണ് നല്ലത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് സ്കിന്നിൽ ഉള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളൊക്കെ ഉള്ളു സ്കിന്നുള്ളൂ. ഏതായാലും ഞാൻ ഒരുപാട് സ്കിന്നൊന്നും ഒഴിവാക്കിയില്ല. എന്താ പറയുക, ഫാറ്റ് കുറച്ചേ ഒഴിവാക്കിയിട്ടുള്ളൂ. പിന്നെ ഈ കാണുന്ന ബ്രസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതേപോലെ അന്ന് ചെയ്ത പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രെഡ് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല പോകാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബട്ടർഫ്ലൈ അന്ന് ഞാൻ പറഞ്ഞ പോലത്തെ സെയിം സെറ്റപ്പ് തന്നെ ഇങ്ങനെ വളച്ചെടുക്കണം. കാണുന്നുണ്ടോ അത്? അതാകുമ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു ജോയിൻ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ഇങ്ങനെയാണ് വെക്കുക. ഇതിലേക്ക് ഇങ്ങനെ പരത്തി വെക്കും. അപ്പോൾ നമ്മൾ മറ്റേ ഗ്രില്ല് വരുന്ന സമയത്ത് ഇങ്ങനെ പരന്നിട്ടായിരിക്കും വരിക. മറ്റേ ഇതാണെങ്കിൽ ഈ സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സൈഡും ഇങ്ങനെ ഫ്ലഷിൻ്റെ ഇടയിൽ നമുക്ക് ഓരോരോ ലൈന് വരച്ചു കൊടുക്കണം. ഫിഷിനൊക്കെ ലൈന് വരയ്ക്കുന്ന പോലെ തന്നെ, എന്താ വെച്ചാൽ മസാലാസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ. അങ്ങനെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും നല്ലോണം വരച്ചു കൊടുക്കണം. ചിക്കൻ കഴിയുന്നത് മറ്റേ മൂത്ത കോഴി അല്ലാതെ ചെറിയ കോഴി തന്നെ എടുക്കാൻ നോക്കണം. അതാകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. പിന്നെ പെട്ടെന്നാവും ഗ്രില്ലിൽ വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ചാർക്കോൾ ഗ്രില്ലാണ് ചെയ്യുന്നത്, സ്മോക്കിയാണ്. അങ്ങനെ ഇവിടെ നിന്ന് കാണുന്ന പോലെ ഇത്രയും കട്ട് എല്ലാ സ്ഥലത്തും ചെയ്യണം. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ സ്ഥലത്തും ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ കാണാം സൈഡ് മൊത്തം. അപ്പോൾ നമുക്ക് ഫ്ലഷ് കൂടുതലായി കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇതേപോലെ വരച്ചങ്ങോട്ട് വെക്കാം. ഒന്നുമില്ല, മസാല എത്താൻ തന്നെയാണ് എല്ലാ സ്ഥലത്തും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ 2 സ്റ്റെപ്പ് മാരിനേഷൻ ഉണ്ട്. ഒന്ന് കേട് വെച്ചിട്ടും ഒന്ന് മസാല വെച്ചിട്ടും. ഇപ്പോൾ നമ്മൾ കേട് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കേട് വെച്ചിട്ട് ചെയ്തതിന് ശേഷം അതൊരു 1 hour മാരിനേഷനിൽ വെക്കണം ചിക്കൻ. അപ്പോൾ ഫസ്റ്റ് 1/2 കപ്പ് തൈര് വേണം. പിന്നെ അതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡർ, ജിഞ്ചർ പേസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ എല്ലാ സ്ഥലത്തും എത്തുന്നത് കൊണ്ട് അങ്ങനെ എടുത്തുന്നുള്ളൂ. പിന്നെ ജിഞ്ചർ പൗഡർ ഒരു കുറച്ച് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഇതും ഗാർലിക് പൗഡർ. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ പെപ്പർ.
ഇനി അതിലേക്ക് അടുത്ത ഒരു 3 നാരങ്ങേൻ്റെ നീര്. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യുക. എല്ലാ സ്ഥലത്തും എത്തിക്കണം. ഉപ്പ് ആവശ്യത്തിനിടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം. അത് എല്ലാ സ്ഥലത്തും എത്തണം, എന്തായാലും ഉപ്പ് പിടിക്കണം. ഇനി ഇത് സെറ്റായിട്ടുണ്ട്. ഇത് ഇനി 1 hour നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. 1 hour യൂസ് ചെയ്തതിന് ശേഷം വേറൊരു മാരിനേഷൻ്റെ പൗഡർ യൂസ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫോർ 1 hour. അതിന് വേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് ക്ലോവ് വേണം, പിന്നെ കാടമം വേണം, പിന്നെ വേണ്ടത് ജീരകം. ഞാനിവിടെ 2 കോഴിക്കാണ് എടുത്തിരിക്കുന്നത് മാരിനേഷന് വേണ്ടി. അപ്പോൾ 4 ക്ലോവ്സും 4 കാർഡമം, പിന്നെ 2 ടേബിൾ സ്പൂൺ ജീരകം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം, അതായത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ മുളകും വേണം, മുളക് പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം. അപ്പം മല്ലിപ്പൊടി 2 ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ ചെയ്യുന്നില്ല. അത് ഇത് ആക്കി കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. കരിയാണ്ട് നോക്കണം, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. എന്താ വെച്ചാൽ ആ ഒരു തണുത്ത ആ ഒരു ഇതുണ്ടാവുമല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു റോസ്റ്റ് ആകുമ്പോൾ ഒരു ചെറിയൊരു മണമൊക്കെ വരും. ആ സമയത്ത് ഓഫാക്കുക. ഇപ്പോൾ ഏകദേശം ഒരു മണം വന്നല്ലോ, ഒരു പുകയൊക്കെ വന്നിട്ട്. ഇനി അത് ഓഫാക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ധനിയ പൗഡർ, ഒരു 2 ടേബിൾ സ്പൂൺ. അതായത് നമ്മളിപ്പോൾ 2 കോഴിക്കാണല്ലോ, അപ്പം 4 വേണം. പിന്നെ മുളക് പൊടി അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ. ഇത് ഒട്ടായ 4. ഇതിപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയ ചൂടുണ്ട്, ആ ചൂട് മാത്രം മതി. ഇപ്പോൾ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി, ഇത് ഓൾറെഡി നമ്മൾ പൊടിക്കുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ പൊടിക്കുക, അപ്പോൾ അത് മതി.
ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കൂടുതലാക്കണ്ട. ഇപ്പോൾ തീ ഓഫാക്കി അതിൻ്റെ ചൂടിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, കഴിഞ്ഞ്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ഇനി സെക്കൻഡ് മാരിനേഷനിലേക്കുള്ള ഇതിപ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തല്ലോ, ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം. അത് നേരെ മിക്സിയിലേക്ക് ഇടാം. ഇത് നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്ര ഫൈൻ പൗഡർ ആവണം. ഇനി നമുക്കിതിലേക്ക് നല്ല പുകയാണ്. ഇനി ഇത് 2 കോഴിക്കുള്ള ഇതാണല്ലോ, അതുകൊണ്ട് ഒരു ഓണിയൻ 2 ടൊമാറ്റോ ആണ് 2 കോഴിക്ക്. അപ്പോൾ അഥവാ നിങ്ങൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു ഉള്ളിൻ്റെ ഹാഫും പിന്നെ ഒരു തക്കാളി, അത്ര മതി. ഇനി ഇതെല്ലാം ഇതിലേക്ക് ഇടാം. ഇതെല്ലാം കൂടി ഒന്നും കൂടി പേസ്റ്റാക്കി എടുക്കണം. ഇനി വേണമെങ്കിൽ കുറച്ച് ഒരു സംഭവം കൂടി ഞാൻ എടുക്കുന്നുണ്ട്, സ്മോക്ക്ഡ് പാപ്രിക്ക. അത് നല്ല സ്മോക്കിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് മാരിനേഷൻ ആണല്ലോ, അപ്പോൾ ഇതും കൂടി ഒന്ന് കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ഗാർലിക്ക് നമ്മൾ നേരത്തെ ചേർത്താണ്, കുറച്ചും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നതെന്നുള്ളൂ. വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഗാർലിക്കും അതേപോലെ തന്നെ കുറച്ചൊന്നും ഇടാം. സോൾട്ട് നമ്മൾ ഇടുന്നില്ല, എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി സോൾട്ട് നമ്മൾ ചിക്കൻ്റെ ആ ഒരു മാരിനേഷനിൽ ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ പിന്നെ ആ ഒരു ടേസ്റ്റ് അതിൽ തന്നെ മാരിനേഷൻ ഇപ്പോൾ 1 hour നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ, അതെന്തായാലും അവിടെ തന്നെ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കറക്റ്റ് ഉപ്പല്ലേ. ഇനി നമുക്ക് അഥവാ ഇത് മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നോക്കാം. ഇതിനി നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കണം. ഇനി ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ എണ്ണ തന്നെയാണ് എല്ലാ സ്ഥലത്തും എത്താൻ പോകുന്നത്. അതുകൊണ്ട് ഇത് മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മുളകിൻ്റെ ഓരോ അംശം എല്ലാ സ്ഥലത്തും എത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എണ്ണ എത്തിക്കും. അപ്പം പിന്നെ കരിയാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. ഇനി അടുത്ത മാരിനേഷൻ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂറായല്ലോ, അതെടുത്തിട്ട് ഇനി അടുത്ത സെക്കൻഡ് മാരിനേഷൻ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യണം. ഇതിപ്പോൾ 1 hour മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ നല്ല ലെമണിൻ്റെ ഒക്കെ ഇതിങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ നേരത്തെ പേസ്റ്റ് അതും കൂടി ഇതിൻ്റെ മേലെ ആഡ് ചെയ്യണം. ഇതും ശരിക്കും ഇത് മാരിനേഷൻ ചെയ്തതിൻ്റെ ശേഷം ഈ കോഴിയും ഒരു 1 or 4 hours വെക്കേണ്ടതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ 1 hour വെക്കുന്നുള്ളൂ. അതായത് കൂടുതൽ നമ്മൾ മാരിനേഷൻ ടൈം കൂട്ടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരും. ഇനി ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കട്ടിട്ട ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യാം. ഇനി അടുത്ത ഒരു 1 hour കൂടി ഇത് വെക്കാൻ പോവാണ് ഫ്രിഡ്ജിൽ തന്നെ.
കുറേയൊക്കെ